ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 3rd ചാപ്റ്ററായ പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകളിലെ 3ാമത്തെ ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകളിൽ തുല്യ അകലത്തിൽ ഉള്ള സമാന്തര വരകളിൽ എങ്ങനെങ്കിലും വര വരച്ചാലും അവയും തുല്യ അകലത്തിൽ തന്നെ ആയിരിക്കും. അതായത് ഇവിടെ ഞാൻ ഉദാഹരണമായിട്ട് 3 സെൻറ്റിമീറ്റർ എടുത്തു. അപ്പോൾ നമ്മൾ ചെരിച്ച് വരച്ചാലും, ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് പച്ചവര ചെരിച്ച് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 3.2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 3.2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് ഇവിടെ തുല്യമാണെങ്കിൽ എങ്ങനെ വര വരച്ചാലും ബാക്കിയുള്ളിടത്തും തുല്യമായിട്ട് തന്നെ ഇരിക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തുല്യ അകലത്തിലല്ലാത്ത സമാന്തര വരകളെ പറ്റിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്ന ആദ്യത്തെ 2 സെൻറ്റിമീറ്റർ അകലത്തിലും രണ്ടാമത്തത് തമ്മിൽ 3 സെൻറ്റിമീറ്റർ അകലത്തിലുമാണ്. അപ്പം നമ്മൾ ഇതുപോലെ ചെരിച്ച് വര വരയ്ക്കാൻ പോവാണ്. ആ വര വരയ്ക്കുമ്പോഴും ഇതേ റേഷ്യോയിൽ തന്നെ ആയിരിക്കും കട്ട് ചെയ്യുന്നത്, ഇതേ അംശബന്ധത്തിൽ തന്നെ ആയിരിക്കും കട്ട് ചെയ്യുന്നത്. അതായത് 2 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും ആണെങ്കിൽ നമുക്കിതിനെ 2:3 റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് പറയാമല്ലോ അല്ലേ. അപ്പം നമുക്ക് ഇവിടെ വേറെ വര ഒന്ന് ചെരിച്ച് വരച്ച് നോക്കിയാലും അതും 2:3 എന്ന അംശബന്ധത്തിലേ കട്ട് ചെയ്യത്തുള്ളൂ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വര വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഇതും ഏത് അംശബന്ധത്തിലേ കട്ട് ചെയ്യത്തുള്ളൂ? 2:3 എന്ന അംശബന്ധത്തിലേ കട്ട് ചെയ്യത്തുള്ളൂ. അംശബന്ധം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആദ്യത്തത് 2ൻ്റെ ഗുണിതവും രണ്ടാമത്തത് 3ൻ്റെ ഗുണിതവുമായിട്ട് വരത്തുള്ളൂ. ഇനി കുറച്ചും കൂടെ ചെരിച്ച് വരച്ചോ ഇതുപോലെ. അതാണെങ്കിലും 2:3 റേഷ്യോയിലേ കട്ട് ചെയ്യത്തുള്ളൂ. അതായത് സമാന്തര വരകൾ ഒരേ അകലത്തിൽ അല്ല എങ്കിൽ പോലും അവ മുറിക്കുന്ന അംശബന്ധങ്ങൾ എങ്ങനെ വരച്ചാലും തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ അംശബന്ധത്തിൻ്റെ രീതിയിൽ എടുത്താലും ഇത് 3 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അത് 1:1 എന്ന അംശബന്ധത്തിലാണല്ലോ. അപ്പോൾ 3.2:3.2 എന്ന് പറഞ്ഞാൽ അതും 1:1 അംശബന്ധത്തിലാണ്. അപ്പം നമുക്ക് തുല്യ അകലത്തിലാണെങ്കിൽ അംശബന്ധം 1:1 തന്നെ കിടക്കും. തുല്യമല്ല എങ്കിൽ, അകലങ്ങൾ തുല്യമല്ല എങ്കിൽ ആ തന്നിരിക്കുന്ന ഏത് അംശബന്ധത്തിലാണോ അതേ അംശബന്ധത്തിൽ തന്നെ ആയിരിക്കും ബാക്കിയുള്ളതും കിടക്കുന്നത്. ഇനി ഈ ഒരു ഫിഗർ നോക്കിക്കുക. ഇവിടെ ഞാൻ പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ കൂടുതൽ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ അകലത്തിലും 3 സെൻറ്റിമീറ്റർ അകലത്തിലും 4 സെൻറ്റിമീറ്റർ അകലത്തിലുമാണ് വരച്ചിരിക്കുന്നത്. അതായത് അംശബന്ധം എഴുതുമ്പോൾ 2:3:4 എന്ന റേഷ്യോ. അപ്പോൾ നമ്മൾ ചെരിച്ച് വര വരച്ചാലും ഇതേ അംശബന്ധത്തിൽ തന്നെ ആയിരിക്കും മുറിക്കുന്നത്. ഇപ്പം ഇങ്ങനെ ഒരു വര വരച്ചാലും ഇതും 2:3:4 എന്ന അംശബന്ധത്തിൽ മാത്രമേ ഉള്ളൂ കട്ട് ചെയ്തുള്ളൂ. അപ്പോൾ നമുക്ക് എത്ര വര വേണമെങ്കിലും വരാമല്ലോ, സമാന്തര വരകൾ വരാമല്ലോ. ഇപ്പോൾ 3 എണ്ണം വരുമ്പോൾ 2 ആക്കി മുറിക്കും, 4 എണ്ണം വരുമ്പോൾ 3 ആക്കി മുറിക്കും അല്ലേ. ഇനി ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് പേജ് നമ്പർ 46 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ 15 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് സൈഡ്സ് ഇൻ ദ റേഷ്യോ 3:4. അതായത് ചുറ്റളവ് 15 സെൻറ്റിമീറ്ററും വീതിയും നീളവും 3:4 എന്ന അംശബന്ധത്തിലുമായ ചതുരം വരയ്ക്കുക. അതായത് പെരിമീറ്റർ 15 സെൻറ്റിമീറ്ററും സൈഡ്സിനെ 3:4 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു റെക്റ്റാങ്കിളിനെയാണ് വരയ്ക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം, റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ ഈ 2 സൈഡ് ഈക്വലാണ്, മറ്റേ 2 സൈഡും ഈക്വലാണ്. അപ്പോൾ നമുക്കിവിടെ സ്ക്വയർ വരച്ചതുപോലെ റെക്റ്റാങ്കിളിനും 2 സൈഡ് കിട്ടിയാൽ മതി. 2 സൈഡ് കിട്ടിയാൽ ബാക്കി മറ്റേ 2 സൈഡും കൺസ്ട്രക്ട് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ പെരിമീറ്റർ 15 സെൻറ്റിമീറ്റർ തന്നാലും നമ്മൾ അതിൻ്റെ പകുതിയായ 7.5 എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം 7.5 എടുക്കുന്നു. അപ്പോൾ ഇതാണ് 7.5. ഇനി പെരിമീറ്റർ 15 ആണ്, അതിൻ്റെ പകുതി 7.5 എടുത്തു. ഇനി റേഷ്യോ തന്നിട്ടുണ്ട്, സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ 3:4 എന്ന്. അപ്പോൾ 3 + 4 എത്രയാണ്? 7 ആണ്. ആ 7 നമ്മൾ എടുക്കുക. 7 എടുക്കുമ്പോൾ ഈ 3ഉം 4ഉം ആയിട്ട് കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പാരലൽ ലൈൻ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. പാരലൽ ലൈൻ വരയ്ക്കുമ്പോൾ സെറ്റ് സ്ക്വയർ ഏത് സൈഡിന് പാരലായിട്ടാണോ വരയ്ക്കേണ്ടത് അതിലേക്ക് സെറ്റ് സ്ക്വയറിനെ ചേർത്ത് വെക്കുകയും സെറ്റ് സ്ക്വയറിലേക്ക്
സ്കെയിലിനെ ചേർത്ത് വെക്കുകയും ചെയ്യുക. എന്നിട്ട് സ്കെയിലിനെ മുറുക്കെ പിടിച്ചുകൊണ്ട് സെറ്റ് സ്ക്വയറിനെ പതുക്കെ മൂവ് ചെയ്യുക. ഇപ്പം നമ്മൾ പാരലൽ ലൈൻ വരച്ചു. അതായത് ഇവിടെ 3:4 കട്ട് ചെയ്തത്. അപ്പോൾ ഇതിനെ ഈ 7.5നെയും 3:4 കട്ട് ചെയ്യും. അപ്പോൾ ഈ 4 എന്നുള്ളത് നമുക്ക് ലെങ്ത് ആയിട്ട് എടുക്കാം. ഇവിടുത്തെ 4 3:4 റേഷ്യോയിൽ ആ വലിയ ഭാഗം ലെങ്ത്തും മറ്റേതിനെ ബ്രെഡ്ത്തുമായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ കോമ്പസിൽ നമുക്ക് ബ്രെഡ്ത്തിനെ ലെങ്ത്തിനെ ഏതിനെ എടുത്താലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇതിങ്ങനെ ഈ ബ്രെഡ്ത്ത് എടുത്തു, അതിനെടുത്ത് താഴോട്ട് വരച്ചു. നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആണ്. അപ്പോൾ അതേ ലെങ്ത് തന്നെയാണല്ലോ ഇവിടെയും വരുന്നത്. ഇനി റെക്റ്റാങ്കിളിനും നമുക്കറിയാം ആംഗിൾസ് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചോ സ്കെയിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് വേണമെങ്കിൽ 90 ഡിഗ്രി കറക്റ്റായിട്ട് വരയ്ക്കാം. ഇനി ഇതാണ് നമ്മുടെ റെക്റ്റാങ്കിൾ. ഞാനിവിടെ ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ റെക്റ്റാങ്കിൾ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ കൺസ്ട്രക്ഷനൊക്കെ നല്ല രീതിയിൽ പഠിക്കണം. ഇത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്.